വെൽക്കം ബാക്ക് അഗെയിൻ. യു ആർ വാച്ചിങ് കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിനായി വേദിയിലേക്ക് വരാൻ പോകുന്നത് ഫാസ്റ്റ് ചലഞ്ച് സോങ് റൗണ്ടുമായി ഷഹബാസ് ആണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഷഹബാസ്. മാനത്തൊരു പന്തലുയർത്തി പൂനിലാവ് മംഗല്യ പെണ്ണായെത്തിട്ടേൻ കിനാവ്. ഒന്ന് കൂളായിട്ടൊന്ന് പാടി. മാനത്തൊരു പന്തലുയർത്തി. റേഞ്ചിന്റെ അല്ല, ആ പാടിയന്റെ നോട്ടിന്റെ ആണ്. മാനത്തൊരു പന്തലുയർത്തി പൂനിലാവ് മംഗല്യ പെണ്ണായെത്തിട്ടേൻ കിനാവ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. വീണ്ടും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷഹബാസ്, ഫോർത്ത് പെർഫോമൻസ് അല്ലേ, സെമി ഫൈനൽ സ്റ്റേജിലെ നല്ല കുറേ സ്കോർസ് ഒക്കെ കിട്ടി കഴിഞ്ഞ റൗണ്ട്സിൽ. ഇന്ന് ഫാസ്റ്റ് ചലഞ്ച് സോങ് റൗണ്ടിലാണ് പെർഫോമൻസ്. ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടില്ലേ? മാനത്തൊരു പന്തലുയർത്തി. ഓക്കെ, പെർഫോമൻസിന് മുന്നേ രനത. ഷഹബാസ്, ഫാസ്റ്റിൽ ഏത് പാട്ടാ പാടുന്നത്? മാനത്തൊരു പന്തലുയർത്തി. നല്ല ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് അല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നല്ല എനർജി ഒക്കെ കൊടുത്ത് പാടാൻ പറ്റുന്ന ഒരു പാട്ട് അല്ലേ? നന്നായിട്ട് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Thank you Renata. Shahbaz, all the best. Thank you. Let's have a look. മാനത്തൊരു പന്തലുയർത്തി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്. അട്ടത്തലി വാസെല്ലാം ഇട്ടെത്തിയ പൂമോളെ മധുരത്തേനിത്തിരി നൽകണമെത്തും നാരനൊരു പെണ്ണാളെ. വാനത്തൊരു പന്തലുയർത്തി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്. ചിരിയുടെ ചെണ്ടും കവിളുകൾ രണ്ടിലുമുള്ള നുണക്കുഴികൾ കണ്ടു കൊതിച്ചൊരു വണ്ട തൂമത് കൊണ്ട് രസിക്കാൻ അലകലയും. കരളിന്റെ കഥകളെല്ലാം നീ തുറന്ന് വരവേണ്ടി വരനെ നീ മെല്ലെ ചെന്ന്. പതരേണ്ടടി താളത്താൽ കുളികൊണ്ടവർ തുള്ളുമ്പോൾ പുലരേണ്ടിരു കവിളത്തും പുതുമുത്തം നൽകുമ്പോൾ പ്രണയത്തിന് സുന്ദര വരികയിൽ അന്തികൾ മുത്ത് നീര് പകർന്നു. മാനത്തൊരു പന്തലുയർത്തി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്. നിങ്ങളുടെ ഉള്ളിലുറങ്ങും കനവുകൾ പൊങ്ങിപ്പാറും സുദിനമിതേ മംഗലരാവിലൊരുങ്ങും നേരം ഇങ്ങനെ ലജ്ജയിൽ മുങ്ങരുതേ. പറ്റാത്ത സ്നേഹത്തിന്റെ തേനും പാലും മറ്റാരും നുകരാത്ത കൽവിൻ ശീലം. മലരല്ലേ മണമോഹം മലരപ്പൂമോളല്ലേ മണിയറയിൽ ചിരിപൊട്ടും മധുവിധുവിനാളല്ലേ ഹൃദയങ്ങൾ കൈമാറിയിടും ഒരു കുളിരും ചൗക്കൊക്കെയും മലരും. മാനത്തൊരു പന്തലുയർത്തി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്. കട്ടത്തലി വാസെല്ലാം ഇട്ടെത്തിയ പൂമോളെ മധുരത്തേനിത്തിരി നൽകണമെത്തും നാരനൊരു പെണ്ണാളെ. വാനത്തൊരു പന്തലുയർത്തി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്. ഷഹബാസ്, ഫാസ്റ്റ് സോങ് റൗണ്ടിലെ ഒരു കിടിലൻ പെർഫോമൻസ്
എങ്ങനെയുണ്ടായിരുന്നു ഷഹബാസ് പാടിയിട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. നമ്മുടെ കോറസ് സപ്പോർട്ട് ചെയ്ത ക്രിസ്റ്റകല ആൻഡ് ഹർഷ, ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി നമുക്ക് ഷഹബാസിന്റെ ഈ പെർഫോമൻസിന്റെ കമന്റ്സ് അറിയാം. യെസ് ഷാൻ സർ. ഷഹബാസ് സർ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് അല്ലേ? എന്താ പറഞ്ഞ ഇപ്പം കുഴപ്പമില്ലാന്ന് തോന്നിയെന്നല്ലേ? കുഴപ്പമില്ലാന്നല്ല, അടിപൊളിയായിരുന്നു. താങ്ക്സ്. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ഇതൊക്കെ എവിടെയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും എനിക്ക് ഇന്നത്തെ ഷഹബാസിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എപ്പോഴും ഷഹബാസ് പാടുന്ന ഇഷ്ടമാണ്, പക്ഷെ ഇന്ന് ഈ ഫാസ്റ്റ് സോങ്ങിൽ ഉള്ള ഒരു സംഭവമാണ്. നമ്മളെപ്പോഴും ഈ റൊമാൻറ്റിക് സിംഗർ എന്നൊക്കെ വിളിച്ചിട്ട് ഈ ഒരു കളർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഷഹബാസ് ഉഗ്രം പെർഫോമൻസ്, ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, ഇതുപോലെ തന്നെ പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. രണത്ത. ഷബാസ് നല്ലൊരു സോങ്ങാണ് കേട്ടോ. അത് നല്ലൊരു സോങ് സെലക്ഷൻ തന്നെ. ഫാസ്റ്റിൽ അത്രയും ആ ടെമ്പോയിൽ നല്ല ഇത്. ശരിക്കും സ്റ്റേജിലും നല്ല, നമ്മൾ പറയില്ലേ സ്റ്റേജിലൊരു പാട്ട് നന്നായിട്ട് യേശും എന്നൊക്കെ പറയുന്നത്, അതിൽ ഇനിയിപ്പോൾ ഷബാസിനത് പാടാം. ഇത് മനോ അല്ലേ, പ്ലേബാക്ക് സിംഗർ മനോ പാടിയ പാട്ടാണ്. ഇതിൻ്റെ ആ ഗ്രൂപ്പ് സെക്ഷനിൽ ഞാനും സിന്ധും കൂടിയാണ് കേട്ടോ അത് ചേർന്ന് പാടിയിരിക്കുന്നത്. നല്ലൊരു സോങ്. ഞങ്ങൾക്ക് അന്ന് പാടുമ്പോൾ തന്നെ നല്ലൊരു ഇപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് പറ്റും. നമ്മളപ്പോൾ പെട്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് സ്റ്റേജിൽ പാടാൻ തോന്നണം, അങ്ങനെ പഞ്ചുള്ളൊരു ശരിക്കും ഫാസ്റ്റിന് പറ്റിയൊരു പാട്ട് തന്നെ. പിന്നെ നല്ല ഓർക്കസ്ട്രയും നല്ലൊരു ഞാനിവിടുന്ന് ഇങ്ങനെ പറയുമായിരുന്നു, നല്ല എന്താ പറയുക, ഈ ഷഹബാസിനെ കാണാൻ തന്നെ സ്റ്റേജിലേ അതൊരു പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പറ്റീഷനായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഭയങ്കര ലൈവായിട്ട് ഭയങ്കര ഒരു നല്ല കാണാനും നല്ല കേൾക്കാനൊക്കെ നല്ല, അതെന്താ ഒരു കള്ള ചിരിയൊക്കെ പെട്ടെന്ന് വന്നേ. അല്ല നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ആ കോറസിൻ്റെ മാത്രം ഒരു പൊടിക്കൊരു പിച്ചിൻ്റെ ഒരു ഇത്, കാരണം അവിടെ ഒരു ശരിക്കും നല്ല പഞ്ചിൽ തന്നെ ആ പാട്ട് വരണം, ആ കോറസ് പോർഷൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്, പാടിയതുമല്ലേ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഒരിത്തിരി എന്നാലും അവർ നന്നായിട്ട് തന്നെ ഷഹബാസിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്നാൽ ആ സ്റ്റേജിൽ എനിക്ക് ആ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു രണത്ത. ഫൈസൽ മാഷേ. ഇത് പിന്നെ മനോ നമ്മുടെ പിന്നെ പ്ലേബാക്ക് സിംഗർ, ഇപ്പോൾ രഹന പറഞ്ഞല്ലോ, മനോ പാടിയ ഒരു മാപ്പിളപ്പാട്ട് എന്നുള്ളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നീടാണ് ഷെരീഫ് പാടിയത്. പിന്നെ രഹനയും സിന്ധു അതിന് കോറസ് ചെയ്തു പറഞ്ഞല്ലോ. നല്ല ഹിറ്റായ ഒരു സോങ് ആയിരുന്നു ആ കാലത്ത്. നല്ല ഒരു കാസറ്റിൻ്റെ ഒക്കെ ഒരു അവസാന കാലം എന്ന് വേണമെങ്കിൽ പറയാം. കാസറ്റിൻ്റെ ഒരു യുഗം ഉണ്ടല്ലോ, ആ കാലത്ത് വളരെ ഹിറ്റായൊരു സോങ്ങാണിത്. നൗഷാദ് കണ്ണൂരിൻ്റെ അവരുടെ ഒരു പ്രൊഡക്ഷനാണത്. നല്ല അവതരണമായിരുന്നു. ശരിക്കും ഈ കല്യാണ വീടുകളിലൊക്കെ ഇപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് പാടാൻ പറ്റുന്നൊരു പാട്ട്. ഇപ്പോഴും വളരെ ലൈവായിട്ട് ഇപ്പോൾ സ്റ്റേജ് ഷോയിലൊക്കെ ഇനിയിപ്പോൾ ഷഹബാസിന് ഇത് പാടാം. ഒരു നല്ലൊരു മത്സരത്തിന് ശരിക്കും ആ ഫാസ്റ്റ് സോങ് എന്നുള്ള ആ റൗണ്ടിന് ഏറ്റവും കറക്റ്റായിരുന്നു ഈ പാട്ട്. ഇതേപോലുള്ള സെലക്ഷനാണ് ഒരു 75% നമ്മളുടെ കാര്യം നിശ്ചയിക്കുന്നത്. സെലക്ഷനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. നന്നായി മനോട്ട്. താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷെ. ഷഹബാസ് അപ്പം നല്ല കമൻസ് ആണ്, അപ്പം നല്ല മാർക്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഷാൻ സർ. ഷഹബാസ് 29 on 30. രണത്ത. ഫാസ്റ്റ് സോങ്ങിൻ്റെ ആ ഒരു സെലക്ഷൻ എനിക്കിഷ്ടമായി, പാടിയതും എനിക്കിഷ്ടമായി. 29 again. ഫൈസൽ മാഷെ. ഞാൻ മാത്രം ഇനി മാറി നിൽക്കണ്ടല്ലോ അല്ലേ. 29. യെസ്, again ആ ടോപ്പ് സ്കോർ നേടിയിരിക്കുകയാണ് ഷഹബാസ്. ഗ്രാൻഡ് ടോട്ടൽ ഇസ് 87 on 90. നമ്മുടെ സെമി ഫൈനൽസിൽ അസദിന് മാത്രമേ ഈ ഒരു ടോപ്പ് സ്കോർ കിട്ടിയിട്ടുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി ആയല്ലോ. ഇനി അടുത്ത പെർഫോമൻസിന് നന്നായിട്ട് ഉഷാറായിട്ട് ഇതിനേക്കാളും നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.